സ്വാതന്ത്ര്യം, സുരക്ഷ ഇതെല്ലാം മാധ്യമരംഗത്തും കുറയുകയാണ്. മാധ്യമ സ്വാതന്ത്ര്യ ദിനമായ മെയ് 3-ന് ഒരു കണക്ക് വരാറുണ്ട്. ഓരോ രാജ്യത്തെയും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കണക്ക് ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ വെച്ച് റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കുന്നതാണ് അത്. ഇക്കൊല്ലവും വന്നു അത്. ചില പത്രങ്ങൾക്കത് ഉൾപേജിലെ ചെറിയ വാർത്തയേ ആയുള്ളൂ. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം കുറയുന്നത് വാർത്ത പോലും അല്ലാതാകുന്ന പോലെ. വാസ്തവത്തിൽ ഇത്ര നിസ്സാരമല്ല കാര്യം. ലോകത്ത് പലയിടത്തും സ്വാതന്ത്ര്യം അല്പാൽപമാണ് കുറയുന്നതെങ്കിൽ ഇന്ത്യയിൽ അത് കുത്തനെ ഇടിയുകയാണ്. മാധ്യമ പ്രവർത്തനം അപകടകരമായ തൊഴിലായിരിക്കുന്നു. 180 രാജ്യങ്ങളിൽ 161-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അഫ്ഗാനിസ്ഥാനേക്കാൾ 11 സ്ഥാനം പിന്നിൽ. പാകിസ്ഥാൻ്റെയും വളരെ പിന്നിൽ. നരേന്ദ്രമോദി ഭരണമേറ്റ ശേഷമാണ് നാടകീയമായ ഇടിവ്. മുൻ വർഷം 150-ാം സ്ഥാനത്തായിരുന്നു നമ്മൾ. ഈ വർഷം 161-ലേക്ക് താഴ്ന്നു. 2016-ൽ 133-ാം സ്ഥാനം ഉണ്ടായിരുന്നു. അതാണ് ഇടിഞ്ഞിടിഞ്ഞ് ഇത്രയായത്. 2014 മുതൽ മോദി ഭരണത്തിൽ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം പ്രതിസന്ധിയിലാണ് എന്ന് റിപ്പോർട്ട് എടുത്തു പറയുന്നു. ജേർണലിസ്റ്റുകൾക്ക് നേരെ അക്രമം, മാധ്യമങ്ങളുടെ രാഷ്ട്രീയ ചായ്വ്, ഉടമസ്ഥതയിലെ കുത്തക തുടങ്ങിയവ കഴിഞ്ഞ കൊല്ലം വർദ്ധിച്ചു. കശ്മീർ വാല എന്ന വാർത്താ പോർട്ടൽ ഇന്ത്യയിൽ വിലക്കി. നാഷണൽ ഹെറൾഡിനെതിരെ 2014-ൽ തുടങ്ങിയ വേട്ട തുടരുന്നു. ഉത്തർപ്രദേശിൽ മന്ത്രിയോട് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെപ്പറ്റി ചോദിച്ച റിപ്പോർട്ടർ സഞ്ജയ് റാണയെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് ക്ലിക്ക് വാർത്താ പോർട്ടലിനെയും വേട്ടയാടുന്നു. വിദേശ ജേർണലിസ്റ്റുകൾക്ക് പലതരം തടസ്സങ്ങൾ, വിസ കാലാവധി ചുരുക്കിയതടക്കം. രസകരമായ കാര്യം, നാട്ടിൽ യഥാർത്ഥ വാർത്ത നിയന്ത്രിക്കപ്പെടുമ്പോൾ തന്നെ വിദ്വേഷ പോസ്റ്റുകളും വ്യാജ വാർത്തകളും ധാരാളമായി നാം കയറ്റുമതി ചെയ്യുന്നു എന്നതാണ്. വ്യാജ വാർത്തകളല്ല, വ്യാജ വാർത്ത ഫാക്ടറികൾ തന്നെ. വിവിധ രാജ്യങ്ങളിലായി ഇത്തരം 265 വ്യാജ വാർത്താ വെബ്സൈറ്റുകളാണ് ഇന്ത്യയിൽ നിന്ന് നടത്തുന്നതെന്ന് ബ്രസൽസിലെ EU മീഡിയ ലാബിൻ്റെ പഠനത്തിൽ കണ്ടെത്തി. മറ്റൊരു പഠനം പറയുന്നു, ലോകത്ത് മൊത്തം ഇസ്ലാം വിരുദ്ധ പോസ്റ്റുകളിൽ ബഹുഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്ന് ഇറങ്ങുന്നവയാണ് എന്ന്. സമൂഹ മാധ്യമങ്ങളെ വരുതിയിൽ നിർത്താനും എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനും ശ്രമങ്ങളുണ്ട്. ട്വിറ്റർ എക്സ് പൂട്ടിക്കുമെന്ന് ഇന്ത്യ സർക്കാർ ഭീഷണിപ്പെടുത്തിയതായി മുൻ CEO ജാക്ക് ഡോസി വെളിപ്പെടുത്തി. സർക്കാർ പതിവ് പോലെ നിഷേധിച്ചു. മറ്റൊരു വെളിപ്പെടുത്തൽ, ട്വിറ്ററിൽ ഒരു ചാരനെ സർക്കാർ നിയോഗിച്ചു എന്ന്. ഇത്തരം ആരോപണങ്ങൾ തെളിയിക്കുക എളുപ്പമല്ല. ഇവിടുത്തെ ജേർണലിസ്റ്റുകളുടെ ഫോണിൽ പെഗസസ് എന്ന ഇസ്രായേലി ചാര സോഫ്റ്റ്വെയർ രഹസ്യമായി കടത്തിയെന്ന ആരോപണത്തിനും തെളിവുണ്ടാകില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, മാധ്യമങ്ങളെ വരുതിയിലാക്കാൻ കിട്ടുന്ന ഒരു പഴുതും സർക്കാർ പാഴാക്കാറില്ല. സർക്കാരിനെ പറ്റിയുള്ള വാർത്തകൾ സർക്കാർ സ്ഥാപനമായ പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോ PIB പരിശോധിക്കുമെന്ന് IT നിയമത്തിൽ വ്യവസ്ഥ ചെയ്തത് ഉദാഹരണം. അവർ വ്യാജമെന്ന് മുദ്ര കുത്തിയാൽ വാർത്ത നീക്കം ചെയ്യണം. സർക്കാരിനെതിരായ പരാമർശം തെറ്റാണ് എന്ന് സർക്കാർ സമിതി പറഞ്ഞാൽ അത് എടുത്തു മാറ്റണം. വിമർശനങ്ങളെ വിലക്കുന്നു എന്നർത്ഥം. വിമർശകരെ വിദൂര സംസ്ഥാനങ്ങളിൽ കേസിൽ കൊടുക്കുന്നത് എങ്ങനെ എന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫ് ഇതാ. ഡൽഹിക്കാരനെ അസം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, കർണാടകക്കാരിയെ ഡൽഹി പോലീസ്, ഗുജറാത്തുകാരനെ ഡൽഹി പോലീസ്, തമിഴരെ UP പോലീസ് എന്നിങ്ങനെ. അപ്പോൾ വിദേശ മാധ്യമങ്ങൾ വിമർശിച്ചാലോ? BBC വിമർശിച്ചു ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെൻ്ററിയിലൂടെ. ഗുജറാത്തിൽ 2002-ൽ നടന്ന വംശഹത്യ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ അറിവോടെയും സമ്മതത്തോടെയും ആയിരുന്നു എന്നാണ് BBC ഡോക്യുമെൻ്ററി പറഞ്ഞത്. വിശദമായ അന്വേഷണത്തിന് ശേഷമാണ് ഇത് തയ്യാറാക്കിയത്. അന്ന് ഗുജറാത്ത് സന്ദർശിച്ച ബ്രിട്ടീഷ് സംഘത്തിൻ്റെ കണ്ടെത്തലുകളും ഡോക്യുമെൻ്ററിയിലുണ്ട്. മുൻപും ഇത്തരം ആരോപണങ്ങൾ വന്നതാണ്. അധികൃതർ മുറപ്രകാരം നിഷേധിക്കും. ഇക്കുറി പക്ഷേ നിഷേധിക്കുക മാത്രമല്ല ചെയ്തത്, ഇന്ത്യയിൽ ഡോക്യുമെൻ്ററി വിലക്കുകകൂടി ചെയ്തു. മാധ്യമവേട്ടയായി അത് മാറി. അടിയന്തരാവസ്ഥ കാലത്തെ കരിനിയമം ഉപയോഗിച്ചാണ് സർക്കാർ ഡോക്യുമെൻ്ററിക്ക് വിലക്കേർപ്പെടുത്തിയത്. ഇന്ത്യയിൽ അത് ലഭിക്കാതായി. പിന്നാലെ BBCയുടെ ഡൽഹി, മുംബൈ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് നടന്നു. അതും ദിവസങ്ങളോളം. നാട്ടിലെ മാധ്യമങ്ങളെ ഒതുക്കിയ ശേഷം മോദി വിദേശ മാധ്യമങ്ങളെയും വേട്ടയാടുന്നു എന്ന് ദ ഇക്കോണമിസ്റ്റ്. പ്രധാനമന്ത്രി വിദേശത്ത് ഒരേയൊരു വാർത്താ സമ്മേളനത്തിൽ ഒരേയൊരു ചോദ്യത്തെ നേരിട്ടത് തന്നെ വലിയ വാർത്തയായല്ലോ. US-ൽ വൈറ്റ് ഹൗസിലായിരുന്നു സംഭവം. വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടർ സബ്രീന സിദ്ദീഖി ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിനെ പറ്റിയാണ് ചോദിച്ചത്. നേർക്ക് നേരെ മറുപടി പറയാതെ പ്രധാനമന്ത്രി
ഇന്ത്യയിൽ ജനാധിപത്യമുണ്ട് എന്ന് ആവർത്തിച്ചു. പിന്നീട് ആ വനിതാ റിപ്പോർട്ടർക്ക് നേരെ വൻതോതിൽ സമൂഹമാധ്യമ ആക്രമണം നടന്നു. അതോടെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്ത്യൻ രൂപം എന്താണ് എന്ന് സ്ഥിരീകരണമായി. അടുത്തു വരുന്ന മറ്റൊരു നിയമവും മാധ്യമ സ്വാതന്ത്ര്യത്തെ ബാധിക്കാം. പുതിയ പ്രസ് ആൻഡ് പീരിയോഡിക്കൽസ് ബില്ലാണ് അത്. രജിസ്ട്രേഷൻ പ്രക്രിയയിലൂടെ മാധ്യമ നിയന്ത്രണത്തിന് പുതിയ വഴികൾ തുറക്കുന്നതാണ് ഈ നിയമമെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് അടക്കം ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെല്ലാം ഇടയ്ക്ക് ജുഡീഷ്യറിയുടെ ചില നിർണായക ഇടപെടലുകൾ പ്രതീക്ഷ നൽകുന്നുണ്ട്. മീഡിയ വണ്ണിൻ്റെ സംപ്രേഷണാനുമതി തടഞ്ഞ സർക്കാർ നടപടി സുപ്രീം കോടതി റദ്ദാക്കിയത് ഉദാഹരണം. ഹൈക്കോടതി നേരത്തെ ശരിവെച്ച വിലക്കാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ജനാധിപത്യ പ്രസക്തി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരമോന്നത കോടതി എടുത്തു കളഞ്ഞത്. സർക്കാരിനെ വിമർശിക്കാനുള്ള മാധ്യമങ്ങളുടെ അവകാശം കോടതി അടിവരയിട്ട് ഉറപ്പിച്ചു. ഒപ്പം സീൽഡ് കവർ സമ്പ്രദായത്തിൽ പുതിയ മാർഗരേഖകൾ പുറപ്പെടുവിച്ചു. മുദ്രവെച്ച കവർ എന്ന ആയുധം വഴി അനാവശ്യ സംശയവും ഭീതിയും ജനിപ്പിക്കുന്ന രീതിക്ക് തടയിട്ടുകൊണ്ട് ചീഫ് ജസ്റ്റിസ് വായിച്ച വിധി മാധ്യമ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും ശക്തി പകരുന്നതാണ്. മാധ്യമങ്ങളുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ മീഡിയ വൺ വിധി ഇന്ത്യൻ നിയമരംഗത്തെ ഉജ്ജ്വലമായ അധ്യായം കൂടിയായി. വെല്ലുവിളികൾ അനേകമാണ്. മീഡിയ വൺ കേസിലെന്ന പോലെ പൊതുസമൂഹത്തിൻ്റെ ജാഗ്രതയും ഭരണഘടന നൽകുന്ന നിയമ പരിരക്ഷയും ജുഡീഷ്യറിയുടെ ധീരമായ നിലപാടുമാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഗ്യാരണ്ടികൾ.